ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കേക്കുകളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. വെറും മിക്സിയും കുക്കറും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട കുക്കർ നമുക്ക് ഇതുപോലെ അല്പം ഓയിലാക്കി കൊടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. സൈഡിലും അടിയിലൊക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നും കൂടി നമുക്ക് ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ ഓയിലാക്കി കൊടുത്താൽ മതി. ഇനി ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ കേക്കിൽ എടുത്തിട്ടുള്ളത് ബർബണിൻ്റെ ബിസ്ക്കറ്റാണ്. ഇതിപ്പോൾ 20 ബിസ്ക്കറ്റ് ഉണ്ട്. ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇനി ഇതിൽ വേണമെങ്കിൽ മറ്റ് ബിസ്ക്കറ്റുകളൊക്കെ ചേർക്കാം കേട്ടോ. എല്ലാ ബിസ്ക്കറ്റുകളും മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ കേക്ക് തയ്യാറാക്കാം. അപ്പോൾ കുറച്ച് ചിലപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിലിപ്പോൾ ക്രീം ഉണ്ടായതുകൊണ്ട് പഞ്ചസാരയൊക്കെ കറക്റ്റ് അളവിൽ തന്നെയാണ്, നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള മധുരത്തിൽ തന്നെ കിട്ടും. ഇനി ബിസ്ക്കറ്റുകളൊക്കെ ഒന്ന് മുറിച്ചിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വിധത്തിലും ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റുകൾ പലതരം ബിസ്ക്കറ്റുകൾ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്ത് നോക്കിയിട്ട് നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യാം. ക്രീമുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ വേറെ നമുക്കിതിൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്രീമിൽ തന്നെ ഈ ഒരു കേക്കിലേക്കുള്ള മധുരം ഉണ്ടാവും. അപ്പോൾ ക്രീമില്ലാത്ത ബിസ്ക്കറ്റ് കൊണ്ടൊക്കെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ ഈ പൊടിക്കുമ്പോൾ അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചാൽ മതി. ഇപ്പോൾ ഇതാ ബിസ്ക്കറ്റ് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മാവ് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിന് കൃത്യമായിട്ട് ഒരു അളവില്ല, മാവിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ജാർ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബേക്കിംഗ് സോഡ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂണ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു ലൂസിലുള്ള മാവാണ് കേട്ടോ നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടത്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വെയിറ്റ് ഇടാതെ അടച്ചു വെക്കുക. കുക്കർ നമ്മൾ നേരിട്ടല്ല ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇതുപോലെ ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊരു പഴയ പാനാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം കുക്കർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 40-45 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ കുക്കറിൻ്റെ വലിപ്പത്തിനനുസരിച്ചും അതുപോലെ മാവിൻ്റെ അളവിനനുസരിച്ചൊക്കെ ടൈമിൽ മാറ്റം വരും. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു 45 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത സമയം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആയിട്ടില്ലെങ്കിൽ പിന്നീട് ഒന്നും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്പം ബിസ്ക്കറ്റ് ഞാനിവിടെ വേറെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കുഴച്ചെടുത്ത് ഇതുപോലെ ഒരു മാവാക്കി എടുക്കണം. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന ആ ഒരു ഷീറ്റാണിത്. ഇതിൽ അല്പം ഓയിലാക്കി കൊടുക്കുക. ഇനി കയ്യിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഓയിലാക്കി എടുത്ത ശേഷം നമുക്കിതൊന്ന് ചെറിയൊരു ബോളായിട്ട് എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഓയിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കും. ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കണം.
ഇതുപോലെ ഒരു 4-5 പീസ് വെച്ച് കൊടുത്ത ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ ഓയിൽ ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ. ഷീറ്റിൽ നന്നായിട്ട് ഓയിൽ വേണം. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ പരത്തിയെടുക്കുന്നത് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. കനം കുറച്ചിട്ട് പരത്തിയെടുത്താലേ ഇതുപോലെ റോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ഇതുപോലെ മുറിച്ച് കൊടുത്താൽ ഇതുപോലെ 2 ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒന്ന് ഇതുപോലെ ഇതളുകളൊക്കെ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് ഗണാഷയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോസ് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.